ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദസറ ഫെസ്റ്റിവൽ. അതായത് ഒരു പിക്ചർ തന്നിരിക്കുകയാണ്. ദസറ ഫെസ്റ്റിവൽ ഈ മാസം 26-ാം തീയതി തുടങ്ങിയിട്ട് ഒരു 9 ദിവസം 10 ദിവസത്തെ ഫെസ്റ്റിവലാണ് ഈ ദസറ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. മൈസൂരിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലി പ്രൊമിനൻസ് ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഈ ദസറ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു പിക്ചർ ഇന്നത്തെ ഫസ്റ്റ് പേജിൽ തന്നെ വന്നിരിക്കുകയാണ്. സോ ദസറ ഫെസ്റ്റിവലിനെ കുറിച്ച് നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് നോക്കണം. ഇൻ കേസ് ആർട്ട് ആൻഡ് കൾച്ചറിൽ എവിടെയെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാതെ പോകാനായിട്ട് വരരുത്. ഓക്കെ. സോ ദസറ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂരിലാണ് സംഘടിപ്പിക്കുന്നത്. നമ്മളുടെ നവരാത്രിയുമായി ബന്ധപ്പെട്ട്, ദുർഗാദേവിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നവരാത്രി 9 രാത്രികളിലാണല്ലോ ഈ നവരാത്രി സംഘടിപ്പിക്കുന്നത്. അപ്പോ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഈ ദസറ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. മൈസൂർ പാലസിന്റെ മൈസൂർ ഹിസ്റ്ററിയുടെ, അതായത് കർണാടകയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഈ ദസറ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോങ് ബാക്ക് ടു വിജയനഗര എംപയർ. അതിനുശേഷം ആര് വന്നു? വടയാർ ഡൈനാസ്റ്റി വന്നു. ദെൻ ടിപ്പു സുൽത്താൻമാരും എല്ലാം വരും. സോ ഇവരെല്ലാവരും ഈ ഒരു ദസറ ഫെസ്റ്റിവല് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളവരാണ്. സോ ലോങ് ബാക്ക് ടു ഹിസ്റ്ററി എവിടെയാണ്? 14-ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്ന ഒരു ഹിസ്റ്ററി എന്തിനുണ്ട്? നമ്മളുടെ ഈ ദസറ ഫെസ്റ്റിവലിന് ഉണ്ട്. ഓക്കെ. സോ എല്ലാവരും ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് മൈസൂരിലേക്ക് എത്തിച്ചേരുകയും അവിടെ ഈ 10 ദിവസം ദസറ ഫെസ്റ്റിവലും അതിനോടനുബന്ധിച്ചിട്ടുള്ള എക്സിബിഷനും ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. സോ ഇന്ത്യക്കാർക്ക്, കേരളീയർക്ക് ഓണം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ദസറ ഫെസ്റ്റിവൽ നമ്മളുടെ കർണാടകക്കാർക്ക്. ഓക്കെ. സോ ദസറ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോർഡ് ദുർഗയുമായി ബന്ധപ്പെട്ടൊരു ഫെസ്റ്റിവൽ ആണ്. നിങ്ങൾ മൈസൂർ പോയിട്ടുള്ളവർ ചിലപ്പോൾ അറിയാൻ പറ്റും. ചാമുണ്ടേശ്വരി ഹിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഹിൽ ഉണ്ട് അവിടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ചാമുണ്ടേശ്വരി ഹിൽസ്. മൈസൂരിൽ നിന്നൊരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടൊരു വലിയൊരു മലയാണ്. സോ അവിടെയുള്ള ഗോഡ് ചാമുണ്ടേശ്വരിയുമായി ബന്ധപ്പെട്ടാണ്. ചാമുണ്ടേശ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോർഡ് ദുർഗ തന്നെയാണ്. ആഹ് ദുർഗയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നിൽക്കുന്നത്. 10 ദിവസത്തെ ആഘോഷമാണ്. ലോങ് ബാക്ക് ടു 15th സെഞ്ചുറി, വിജയനഗര എംപയർ മുതൽ ഇന്ന് ഇന്ന് മൈസൂരിന്റെ കോർപ്പറേഷൻ ആ ഫെസ്റ്റിവൽ ഏറ്റെടുത്ത് നടത്തുന്നത് വരെ അത്രയും കാലഘട്ടം തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഒരു ആനയെ എഴുന്നള്ളിച്ചിട്ടൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. നമ്മളുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ആനയെ എഴുന്നള്ളിപ്പിക്കും. ദെൻ മൈസൂർ പാലസ് മൊത്തമായിട്ട് അലങ്കരിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. സോ അതൊന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക. ഓക്കെ. ദെൻ നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. ദ കച്ചദീവ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ് ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിളാണ് ഇത്. നമുക്കിവിടെ നോക്കേണ്ടത് കച്ചദീവ് ഇഷ്യൂ എന്താണ്. ഞാൻ നിങ്ങളോട് മുന്നേ കച്ചദീവ് ഇഷ്യൂവിനെ കുറിച്ചിട്ട് മുന്നേ സംസാരിച്ചിട്ടുണ്ടോ? എന്റെ ഓർമ്മയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഇലക്ഷന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ കച്ചദീവ് ഇഷ്യൂ എന്ന് പറഞ്ഞു. ഓക്കെ. സോ എന്താണ് കച്ചദീവ് ഇഷ്യൂ? ദെൻ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസിനേക്കാളും ഉപരി ഇവിടെ ഈ മാം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു എക്കോണമിക്കൽ ആൻഡ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ. സോ ആ രണ്ട് ഫാക്ടറിൽ ഊന്നിയിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. പൊളിറ്റിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ലാഭം കൊയ്യാനായിട്ടുള്ള ഒരു കുറച്ച് നാളത്തേക്കൊരു വിഷയം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിന് ഈ കച്ചദീവ് ഐലൻഡും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്കും എക്കോളജിക്കലി ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊന്നും നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് കച്ചദീവ് ഇഷ്യൂ എന്ന് പറഞ്ഞു പോകാം. എന്താണ് കച്ചദീവ് ഇഷ്യൂ? കച്ചദീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കിടക്കുന്ന ഒരു കുഞ്ഞൻ ഐലൻഡാണ്. ഏറ്റവും കുഞ്ഞത്, വളരെ ചെറിയ ഒരു ഐലൻഡാണ് ഈ കച്ചദീവ് ഇഷ്യൂ. ആളുകൾ ആരും അവിടെ താമസിക്കുന്നില്ല. ഒരു പള്ളി മാത്രമാണ് അവിടെ ഉള്ളത്. ഒരു ഫ്രാൻസിസ് ചർച്ച് മാത്രം, ഒരു ആന്റണീസ് ചർച്ച് മാത്രമാണ് അവിടെ ഉള്ളത്. ഓക്കെ. സോ വളരെ ചെറിയൊരു ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കിടക്കുന്ന ഒരു ചെറിയ ഐലൻഡ് കൺട്രിയാണ് ഈ കച്ചദീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സെന്റ് ആന്റണീസ് ചർച്ച് മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ ജനവാസയോഗ്യമല്ലാത്തൊരു സ്ഥലമാണ്. കാരണം എന്താണ്? കുടിവെള്ളം കിട്ടില്ല. കടലിന് കുറച്ച് നടുക്കാണ്, കുടിവെള്ളം കിട്ടില്ല. ദെൻ വേലിയേറ്റങ്ങളിലും വേലിയിറക്കങ്ങളിലും ഈ ദ്വീപ് മുങ്ങിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ആരും അവിടെ പോയി താമസിക്കാറില്ല. പിന്നെ ആരാണ് അവിടേക്ക് പോകുന്നത്? അവിടേക്ക് പോകുന്നത് ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റീസ് ആണ്. തമിഴ്നാട് റീജിയനിലുള്ള ഫിഷർമാൻസും ദെൻ
നമ്മളുടെ ശ്രീലങ്കൻ റീജിയൻ ജാഫ്ന ആസ്ഥാനമാക്കിയിട്ടുള്ള ഫിഷർമാൻസ്മാരും രണ്ടുപേരും പരസ്പരം പോയിട്ട് ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് മീൻ പിടിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ഉപജീവനം. ആ ഒരു എക്കോണമിക്കൽ പ്രോസസ്സ് മാത്രമേ, നമ്മളുടെ പ്രൈമറി പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ രണ്ട് രാഷ്ട്രങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല ഈ കശ്ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഐലൻഡ് കൺട്രിയാണ്, അല്ലെങ്കിൽ ഡ്രോട്ട്ഫുൾ ഐലൻഡ് ആണ്, കുടിവെള്ളം പോലും ഇല്ലാത്ത സ്ഥലം. അവിടെ ആകെയുള്ളത് ഈ ഒരു സെന്റ് ആന്റണീസ് ചർച്ച് ആണ്. സോ ഈ സെന്റ് ആന്റണീസ് ചർച്ചിൽ പെരുന്നാൾ നടക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തു നിന്നുള്ളവരും, ജാഫ്നയിൽ നിന്നുള്ളവരും നമ്മളുടെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും പോയിട്ട് അവിടെ പെരുന്നാൾ നടത്തിയിട്ട് തിരിച്ചു പോരും. ഈ പെരുന്നാൾ ആഘോഷിച്ചിട്ട് തിരിച്ചു പോരും. ആ ഒരു പ്രക്രിയ മാത്രമേ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ദെൻ ലോങ് ബാക്ക് ടു ഹിസ്റ്ററി, 14ാം നൂറ്റാണ്ടിനോട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഐലൻഡ് രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, 14ാം നൂറ്റാണ്ട് മുതലാണ് ഈ ഒരു ഐലൻഡ് രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. ദെൻ മേജർലി നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏർലി പീരീഡിലും മിഡീവിയൽ പീരീഡിലും ആർക്കാണ് അധികാരം ഉണ്ടായിരുന്നത്? നമ്മളുടെ ശ്രീലങ്കൻ അല്ലെങ്കിൽ സിലോൺ എന്നറിയപ്പെടുന്ന പഴയ ശ്രീലങ്കയ്ക്കായിരുന്നു അധികാരം ഉണ്ടായിരുന്നത്. ഈ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്നത് 1921-ലാണ്. 1921 ഈ കശ്ദ്വീപുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ നടക്കുകയും അതില് ഇന്ത്യക്ക് ഇതിനുള്ള അധികാരം ഉണ്ടെന്ന് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. സോ അങ്ങനെ അതൊരു മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായിട്ട്, മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ട് 1948 പലരും പറയാനായിട്ട് തുടങ്ങി. പക്ഷെ 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടെ കച്ചദ്വീപിന്റെ മേലുള്ള പ്രശ്നങ്ങളും തുടങ്ങി. ഓക്കെ, സോ കച്ചദ്വീപിന്റെ മേലുള്ള പ്രശ്നങ്ങളും തുടങ്ങി. എന്നാൽ ഇന്ത്യയും സിലോണും നല്ല ബന്ധത്തിലാണ്, ഇന്ത്യയും ശ്രീലങ്കയും നല്ല ബന്ധത്തിലാണ്, നമ്മൾ സുഹൃത്തുക്കളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഈ കച്ചദ്വീപ് ഇഷ്യൂ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു സന്ദർഭമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു സന്ദർഭമേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ 1974 എന്ത് ചെയ്തു? ആരാണ് ഇന്ത്യയിലെ ഭരണാധികാരി? ഇന്ത്യയിലെ ഭരണാധികാരി നമ്മളുടെ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കും. ഇതിന് മുൻ 1948 മുതലേ ചർച്ചകളുണ്ട്. ദെൻ ഇത് ജാഫ്നയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രീലങ്കയുടെ ടെറിട്ടോറിയൽ സീയുടെ ഭാഗമാണ് എന്ന് ശ്രീലങ്കക്കാർ വാദിക്കുകയും അവര് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് പോകും എന്ന് ഇന്ത്യയോട് പറയുകയുണ്ടായി. അപ്പൊ അതിന് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇന്ത്യ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്? ഇന്ത്യ നോക്കിക്കഴിഞ്ഞപ്പോ ഹിസ്റ്റോറിക്കലി കശ്ദ്വീപ് എന്ന് പറയുന്നത് ആരുടെ ഭാഗമാണ്? നമ്മളുടെ ശ്രീലങ്കയുടെ ഭാഗമാണ്. ഇന്ത്യക്ക് അത് ക്ലെയിം ചെയ്യാനായിട്ട് വലിയ ഡോക്യുമെന്റുകൾ ഒന്നും നമ്മളുടെ കയ്യിലില്ല. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ, പോർച്ചുഗീസിന്റെ മാപ്പുകൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോർച്ചുഗീസ് പള്ളിയാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ആന്റണീസ് ചർച്ച് എന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ക്രിസ്ത്യൻ മിഷണറീസ്മാർ കൊണ്ടുവന്ന ചർച്ചാണ് അവിടെ നിൽക്കുന്നത്. ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, പോർച്ചുഗീസ് മാപ്പുകൾ നോക്കുമ്പോൾ, അതിനുശേഷമുള്ള ബ്രിട്ടീഷ് മാപ്പുകൾ നോക്കിക്കഴിയുമ്പോൾ ഈ കശ്ദ്വീപ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ശ്രീലങ്കയുടെ പാർട്ടായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദെൻ ചില ക്ലെയിമുകൾ മദ്രാസ് പ്രസിഡൻസിക്കാര് നോക്കിയിരുന്നില്ലെങ്കിൽ ഇന്നത്തെ തമിഴ്നാട്ടുകാര് ഇത് നമ്മളുടെ ആണെന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുന്നുണ്ട്. നോർമലി ആർക്കും പ്രശ്നമില്ലാത്തൊരു സ്ഥലമായിരുന്നു. 1974-75 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ പ്രദേശം കച്ചദ്വീപിന് വിട്ടുകൊടുക്കാം, ഓക്കെ, ഈ പ്രദേശം നമ്മളുടെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാം, കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഒപ്പിട്ടു. ഓക്കെ, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജാഫ്നയുടെ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു അറിയാമോ? ശ്രീ മാവോ ഭണ്ഡാരനായികെ. ഓക്കെ, ശ്രീ മാവോ ഭണ്ഡാരനായികെ. ആരാണ് ശ്രീ മാവോ ഭണ്ഡാരനായികെ? ശ്രീ മാവോ ഭണ്ഡാരനായികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ശ്രീ മാവോ ഭണ്ഡാരനായികെ. പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധിയൊക്കെയാണെന്ന് പറയും. അല്ല, നമ്മളുടെ തൊട്ടടുത്ത ഐലൻഡ് കൺട്രി ആയിട്ടുള്ള ശ്രീലങ്കയിലാണ് ലോകത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അധികാരത്തിലേക്ക് വന്നത്. സോ ശ്രീ മാവോ ഭണ്ഡാരനായികയും ഇന്ദിരാഗാന്ധിയുമാണ് പരസ്പരം രണ്ട് രാജ്യങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവരൊരു തീരുമാനത്തിലെത്തി, നമുക്ക് ഈ കച്ചദ്വീപ് നിങ്ങൾക്ക് തിരിച്ചു തരാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഒരു ട്രീറ്റി ഒപ്പിടുകയും ചെയ്തു. ഓക്കെ, 1974 എഗ്രിമെന്റ് ആണ് ഇത് ഈ ഒരു കച്ചദ്വീപിനെ അങ്ങടേക്ക് കൊടുത്തത്. സോ നോർമലി ആരുടെ പാർട്ടായി? നോർമലി കച്ചദ്വീപ് ശ്രീലങ്കയുടെ പാർട്ടും. ഇന്ത്യക്കാര് ആ സമയത്തും എന്ത് ചെയ്യാറുണ്ട്? ആ സമയത്തും നമ്മളുടെ കച്ചദ്വീപിലേക്ക് പോവുകയും അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടോറിയൽ സീയിലേക്ക് പോവുകയും അവിടെ മീൻ പിടിക്കാറുണ്ട്. ദെൻ നമ്മളുടെ സെന്റ് ആന്റണീസ് ചർച്ചിൽ പെരുന്നാൾ വരുമ്പോൾ ഇവിടുന്ന് ആളുകൾ പോയിട്ട് പെരുന്നാൾ കൂടിയിട്ട് തിരിച്ചു വരും. സോ ഇങ്ങനെയുള്ള പ്രക്രിയകളെല്ലാം അവിടെ നടന്നു പോകുന്നു. ദെൻ പിന്നീട് എന്ത് വന്നു? നമ്മളുടെ സിവിൽ വാറുകൾ കച്ചദ്വീപില് നമ്മളുടെ ശ്രീലങ്കയിൽ നടക്കുകയുണ്ടായി. സോ അതിനെല്ലാം ശേഷം
ശ്രീലങ്ക കുറച്ചും കൂടി സെക്യൂരിറ്റി വ്യാപിച്ചു. 2009 ശേഷമാണ് പ്രധാനമായിട്ടും ശ്രീലങ്ക സെക്യൂരിറ്റീസ് കൂട്ടുവാനായിട്ട് ശ്രമിച്ചത്. സോ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ സീയിൽ വരുന്ന, ശ്രീലങ്കയുടെ ടെറിട്ടോറിയൽ സീ എന്ന് പറയുമ്പോൾ എത്ര നോട്ടിക്കൽ മൈലാണ്? ശ്രീലങ്കയുടെ ടെറിട്ടോറിയൽ സീ എന്ന് പറയുമ്പോൾ അവരുടെ ബേസിൽ നൈലിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ. സോ ആ 12 നോട്ടിക്കൽ മൈൽ കിടക്കുന്നതാണല്ലോ. കാരണം കച്ചദ്വീപിൽ നിന്നൊരു 12 നോട്ടിക്കൽ മൈൽ ആരുടെ ടെറിട്ടോറിയൽ സീ ആണ്? ശ്രീലങ്കയുടെ ടെറിട്ടോറിയൽ സീ ആണ്. ഓഫ് കോഴ്സ് ആയിട്ടും ശ്രീലങ്കയുടെ ടെറിട്ടോറിയൽ സീ ആണ്. സോ ആ ഭാഗത്ത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പാടില്ല? ആ ഭാഗത്ത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് മീൻ പിടിക്കാനായിട്ടോ മത്സ്യസമ്പത്തുകൾ ചൂഷണം ചെയ്യാനായിട്ടോ റിസോഴ്സസുകളൊന്നും വരാനായിട്ടോ പാടില്ല. എക്കോണമിക്കൽ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ ആണെങ്കിൽ നമുക്ക് കപ്പലുകൾ കൊണ്ടുപോകാം, അതായത് ട്രാൻസിറ്റ് സോൺ ആയിട്ട് അറിയപ്പെടും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ടെറിട്ടോറിയൽ സീയിലേക്ക് കടക്കാൻ പാടില്ല എന്നാര് പറഞ്ഞു? നമ്മളുടെ ശ്രീലങ്ക പറഞ്ഞു. ഓക്കെ, സോ ശ്രീലങ്ക പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളുടെ ഫിഷർമാൻമാർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാതായി. അവരെ പിടിച്ചു കൊണ്ടുപോവുകയും അവരുടെ കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. സോ അതൊരു എക്കോണമിക് ക്രൈസിസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജോബുമായി ബന്ധപ്പെട്ട ഒരു ക്രൈസിസ് ആർക്ക് ക്രിയേറ്റ് ചെയ്തു? നമ്മളുടെ ഫിഷർമെൻസ് കമ്മ്യൂണിറ്റിക്ക് ക്രിയേറ്റ് ചെയ്തു. 2017 എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീലങ്കൻ സർക്കാർ ഈ ബോട്ടം ട്രോളിംഗ് നിരോധിച്ചു. എന്താണ് ഈ ബോട്ടം ട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബോട്ടം ട്രോളിംഗ് വഴിയാണ് നമ്മൾ മീനുകളെ പിടിക്കുന്നത്. കടലിന്റെ അടിത്തട്ടിലെ ട്രോളിംഗ്, അതായത് ഒരു വലിയൊരു നീണ്ട ദണ്ടിടും, അതുമായി കണക്ട് ചെയ്തിട്ട് ഒരു വലിയ റോഡ് ഉണ്ടാവും. വലിയ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് അടിയിൽ പോകുന്ന ഒരു ഇരുമ്പ് ദണ്ടാണ്. അതില് ഈ നെറ്റ് കണക്ട് ചെയ്യും, എന്നിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് ഇടും. മുങ്ങിപ്പോയി അടിത്തട്ടിലെത്തുമ്പോൾ, നമ്മളുടെ കടലിന്റെ അടിത്തട്ടിലെത്തുമ്പോൾ അതിലേക്ക് മീനെ വലിച്ചു കയറ്റും. അതിങ്ങനെ വലിക്കും. അതിനെയാണ് ട്രോളിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നാട്ടില് ട്രോളിംഗ് നിരോധനം എന്ന് കേട്ടിട്ടുണ്ടോ? സോ ഇതിനെയാണ് ട്രോളിംഗ് എന്ന് വിളിക്കുന്നത്. സോ നമ്മളുടെ ചൈനീസ് അല്ല, നമ്മളുടെ ശ്രീലങ്കൻ സർക്കാർ ട്രോളിംഗ് പൂർണ്ണമായിട്ട്, അടിത്തട്ട് ട്രോളിംഗ്, ബോട്ടം ട്രോളിംഗ് പൂർണ്ണമായിട്ട് നിരോധിച്ചു. അത് ഇന്ത്യക്കാരെ വല്ലാതെ ചൊട്ടിപ്പിച്ചു. അതായത് ഇന്ത്യൻ ഫിഷർമെൻസ് അപ്പോഴും ട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇന്ത്യൻ ഫിഷർമെൻസിന് ഈ സീയിൽ പോയിട്ട്, നമ്മളുടെ പാക് ബേയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കശ്മീർ ഉൾപ്പെടെയുള്ള സീയിൽ പോയിട്ട് ട്രോളിംഗ് നടത്താറുണ്ടായിരുന്നു. നോർമലി പണ്ട് തുടങ്ങി അവർ തുടർന്നുകൊണ്ട് പോയിരുന്ന ഒരു കാര്യമാണ്. അത് ആരെ ചൊട്ടിപ്പിച്ചു? ഇന്ത്യൻ ഫിഷർമെൻ കമ്മ്യൂണിറ്റീസിനെ ചൊട്ടിപ്പിച്ചു. ദെൻ ഇപ്പോ ഇത് ന്യൂസിലേക്ക് വരാനായിട്ട് എന്താ കാരണം? അതായത് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത്, ലോകസഭ ഇലക്ഷന്റെ സമയത്ത് മോദിജി തമിഴ്നാട്ടിലേക്ക് വരികയും മോദിജി കച്ചദ്വീപ് നമ്മളുടെ ഇന്ദിരാഗാന്ധി വെറുതെ അങ്ങോട്ട് എഴുതി കൊടുത്തതാണ് എന്ന് ഒരു പ്രസ്താവന തമിഴ്നാട്ടിൽ വന്നിട്ട് ഇറക്കി. ആ സമയത്താണ് ഇത് ഗംഭീരമായിട്ട് ചർച്ചയിലുണ്ടായിരുന്നത്. ഓക്കെ, സോ ഫിഷർമെൻസിനെ എന്ത് ചെയ്യാനായിട്ട്, ഫിഷർമെന്റിനെ കയ്യിലെടുക്കാനായിട്ട് മോദിജി വെറുതെ ഒരു പ്രസ്താവന അങ്ങോട്ട് ഇറക്കിയതാണ്. അത് തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ ശരിയല്ല. കാരണം എന്താണ്? കാരണം 1974 എഗ്രിമെന്റ് പ്രകാരമാണ് നമ്മൾ അത് കൊടുത്തത്. ഓക്കെ, 1974 എഗ്രിമെന്റ് പ്രകാരമാണ് നമ്മൾ ഈ കച്ചദ്വീപ് നമ്മൾ അവർക്ക് കൊടുത്തത്. ദെൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിന്റെ വാലിഡിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടു, ഇന്ത്യയും ശ്രീലങ്കയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടു. ഈ എഗ്രിമെന്റിന്റെ വാലിഡിറ്റി എന്താണ്? നമുക്ക് മുന്നേ ഒരു കേസ് ലോ ഉണ്ട്, ബെറുബാരി യൂണിയൻ വെസസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യ, ബെറുബാരി യൂണിയൻ കേസ് എന്ന് നമ്മൾ അറിയപ്പെടും. ബെറുബാരി യൂണിയൻ കേസിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റി ക്ലാസ്സുകളിൽ യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ബെറുബാരി യൂണിയൻ കേസ്, അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഏരിയ, അതായത് ഇന്ത്യയിലെ ഒരു ടെറിട്ടറി ആർക്ക് കൊടുക്കാമോ, മറ്റൊരു രാജ്യത്തിലേക്ക് കൊടുക്കാമോ എന്നുള്ളതായിരുന്നു ബെറുബാരി യൂണിയൻ കേസിലെ ചോദ്യം. ബെറുബാരി യൂണിയൻ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കേസ് ലോ ആണ്. വിച്ച് മീൻസ് അന്നത്തെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള, ഈസ്റ്റ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഓക്കെ, സോ അതിന്റെ മേജർ പ്രശ്നം ഇന്ത്യയിലെ ഒരു ടെറിട്ടറി ആർക്ക് കൊടുക്കാമോ, നമ്മളുടെ മറ്റൊരു രാജ്യത്തിന് കൊടുക്കാമോ, കൊടുക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണമോ വേണ്ടയോ, ഇതായിരുന്നു ചോദ്യം. ഓക്കെ, സോ അന്ന് കോടതി പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഇന്ത്യയുടെ ടെറിട്ടറി ആയിട്ടുള്ള ഒരു രാജ്യം എങ്ങടേക്ക് കൊടുക്കാൻ പാടുള്ളൂ, മറ്റൊരു രാജ്യത്തിന് നമ്മൾ ടെറിട്ടറി വിട്ടുകൊടുക്കാനായിട്ട് പാടുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്
ഈ കച്ചതീവ് ഇഷ്യൂവിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ? കച്ചതീവ് ഇഷ്യൂവിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല. സോ കോടതിയിലേക്ക് പോയി. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം പറയുന്നത് കച്ചതീവ് ഇന്ത്യയുടെ ടെറിട്ടറി ആയിരുന്നില്ല. കച്ചതീവുമായി ബന്ധപ്പെട്ട് രണ്ട് ആളുകൾക്കിടയിലും ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നു. ഈ ഡിസ്പ്യൂട്ട് നമ്മൾ എന്ത് ചെയ്തു? ചർച്ചയിലൂടെ പരിഹരിച്ചു. ഇതാണ് അവിടെ ചെയ്തതെന്ന് ഒരു ഭാഗവും, ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഇല്ലാതെയാണ് കൊടുത്തതെന്ന് മറുഭാഗവും വാദിക്കുന്നു. ഇതാണ് നമ്മളുടെ ലോകസഭാ ഇലക്ഷൻ വരെയുള്ള പ്രശ്നം. ഓക്കെ ആയോ? സോ എന്താ മേജർലി പ്രശ്നം? ഈ കച്ചതീവ് ഇഷ്യൂ ആരുടെയാണെന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്നത്തെ ഡിസ്കഷൻ ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് മറ്റൊരു ഡൈവേർഷൻ അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷൻ എടുക്കുകയാണ്. എന്താണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള പ്രശ്നം? ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ, പെർട്ടിക്കുലർലി നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ മത്സ്യ സമ്പത്ത് ഇല്ല എന്നുള്ളതാണ്. എന്താണ് പ്രശ്നം? ബേ ഓഫ് ബംഗാൾ റീജിയനുകളിലും ഇന്ത്യൻ ഓഷ്യൻ റീജിയനുകളിലും മത്സ്യ സമ്പത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലെ? മത്സ്യസമ്പത്ത് ഉണ്ടെങ്കിൽ നമ്മൾ കച്ചദ്വീപിലേക്ക് പോകണം, ഇന്ത്യൻ ഫിഷർമാരിന് കച്ചദ്വീപിലേക്ക് പോകണം എന്ന് പറഞ്ഞ് നേരം കൊണ്ട് വേറെ മാറ്റി ബേ ഓഫ് ബംഗാളിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ പോരെ? സോ ഇവിടെ അലൈൻ ചെയ്തിരിക്കുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള പ്രശ്നം എന്താണ്? നമ്മളുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനുകളിലെ മത്സ്യ സമ്പത്താണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓഷ്യനുകളിൽ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുകൾ ഉള്ളത് എവിടെയാണ്? അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ്? നിങ്ങൾ ചിലപ്പോൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടാവും. കോൾഡ് കറന്റും വാം കറന്റും ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ്. പ്രധാനമായിട്ടും എന്തുള്ളത്? മത്സ്യസമ്പത്തുകൾ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുകൾ ഉള്ളത് ഈ കോൾഡ് കറന്റും ഹോട്ട് കറന്റും ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ്. എവിടെയാണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞു. നിങ്ങൾ ഓഷ്യനോഗ്രഫി പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഓഷ്യനോഗ്രഫി പഠിച്ചിട്ടില്ലാത്തവര് ഓഷ്യനോഗ്രഫി എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? നമ്മുടെ ഈ അഴിമുഖം ഭാഗത്താണ്. അതായത് വെള്ളം, റിവേഴ്സും കടലും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ കോൾഡ് കറന്റും വാം കറന്റും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എന്ത് കൂടുതലുള്ളത്? മത്സ്യസമ്പത്ത് കൂടുതലുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാനഡയിലെ ന്യൂ ഫൗണ്ട് ലാൻഡ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. സോ ഇതിനോട് ചുറ്റിപ്പറ്റി ഒരു കോൾഡ് കറന്റും ഒരു വാം കറന്റും ഉണ്ട്. ഓക്കെ, സോ ആ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി നമ്മളുടെ ഈ മത്സ്യസമ്പത്ത് കൂടുതലുള്ള സ്ഥലമാണ്. അതുപോലെയുള്ള ഒരു പ്രക്രിയ നമ്മളുടെ ഈ ഇന്ത്യൻ ഓഷ്യൻ റീജിയനുകളിൽ ഇല്ല. ഓക്കെ, മനസ്സിലായോ? സോ മത്സ്യസമ്പത്ത് ഇല്ലാത്തതിന് കാരണം എന്താണ്? ഒരു കോൾഡ് കറന്റോ ഒരു വാം കറന്റോ ജോയിൻ ചെയ്യുന്ന അത്ര പെർട്ടിക്കുലർലി എക്കോളജിക്കലി മത്സ്യസമ്പത്ത് ഉണ്ടാകേണ്ട, റിസോഴ്സ്ഫുൾ ആവേണ്ട ഒരു സ്ഥലമല്ല. ഓക്കെ, സോ രണ്ട് രാജ്യങ്ങൾക്കും അവരുടെ ഫിഷർമാനെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് ഇതിൽ അണ്ടർലൈൻ ചെയ്ത് കിടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ അഡ്രസ് ചെയ്യേണ്ട പ്രോബ്ലം. ഇനി ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും? ഓക്കെ, സോ നമ്മളുടെ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് വന്നില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? അതിൽ എന്ത് ചെയ്തു? നമ്മൾ ഡിഫറെന്റ് ബേസ് ലൈൻ വരച്ചു. എന്നതിന് ശേഷം ടെറിറ്റോറിയൽ സീ, കണ്ടീജിയസ് സോൺ, ദെൻ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ. അങ്ങനെ ടെറിറ്റോറിയൽ റീജിയനിലുള്ള കടലുകളിൽ ആർക്കായിരിക്കും അധികാരം? കോസ്റ്റൽ കൺട്രീസിനായിരിക്കും. ആരുടെയാണോ ടെറിറ്ററി വന്നിരിക്കുന്നത് ആ കൺട്രീസിനായിരിക്കും അധികാരം ഉണ്ടാവുക 12 നോട്ടിക്കൽ മൈൽ വരെ. ഇപ്പൊ ഈ 12 നോട്ടിക്കൽ മൈൽ വരുമ്പോൾ കച്ചദ്വീപിന്റെ 12 നോട്ടിക്കൽ മൈൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം എവിടെ വരും? നമ്മളുടെ തമിഴ്നാട് തീരത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലം വരെ വരും. അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. സോ ആ പ്രോബ്ലമാണ് നമ്മളുടെ ഫിഷർമെൻ കമ്മ്യൂണിറ്റീസിന് പ്രധാനമായിട്ടും അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രോബ്ലം. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ കോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും? സോ ഉൻക്ലോസിൽ തന്നെ, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസിൽ തന്നെ സെമി എൻക്ലോസ്ഡ് സീസ്, അതായത് ഇന്ത്യയും നമ്മളുടെ പാക് ബേയും പോലെ, അല്ലെങ്കിൽ ഇന്ത്യയും ശ്രീലങ്കയ്ക്കും ഇടയിൽ കിടക്കുന്ന ആ ഒരു സീസിനെ ഒരു ക്ലോസ്ഡ് സീ ആണല്ലോ. സോ സെമി എൻക്ലോസ്ഡ് സീസിലുള്ള ഒരു ജോയിന്റ് കോർപ്പറേഷൻ ഉള്ള പ്രൊവിഷൻ ഉണ്ട്. അതിന് എക്സാമ്പിളും ഉണ്ട്. സോ ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു എക്സാമ്പിൾ ഉണ്ട്, ബാൾട്ടിക് സീ കോർപ്പറേഷൻ. സോ ബാൾട്ടിക് സീയിൽ
ബാൾട്ടിക് സീ ഒരു എൻക്ലോസ്ഡ് ഏരിയ ആണല്ലോ. നമ്മൾ നോഡ് പൈപ്പ് സ്ട്രീം പൈപ്പ് ലൈനെ കുറിച്ച് പഠിച്ചപ്പോൾ ബാൾട്ടിക് സീ പഠിച്ചു. ഓക്കെ, സോ ബാൾട്ടിക് സീയില് പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ട്. നമ്മുടെ പോളണ്ട് ഉണ്ട്, അവിടെ റഷ്യ ഉണ്ട്, എസ്റ്റോണിയ ഉണ്ട്, ലാത്വിയ ഉണ്ട്, ലിത്വാനിയ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് കൺട്രീസ് ഉണ്ട്. സോ ബാൾട്ടിക് സീയിലെ കടലെടുക്ക് അവിടെയും സെയിം പ്രശ്നമുണ്ട്. കാരണം എന്താണ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ അല്ലെങ്കിൽ ടെറിറ്റോറിയൽ സീ ഓരോ രാജ്യങ്ങൾക്കും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാൾട്ടിക് സീ മൊത്തമായിട്ട് വിഭജിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോ അവരൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിലും എടുക്കാം ഈ സെമി എൻക്ലോസ് സീസിലെ കോർപ്പറേഷന് വേണ്ടിയിട്ട്. സോ ബാൾട്ടിക് സീയിൽ നമ്മളുടെ പോളണ്ടും ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും എസ്റ്റോണിയയ്ക്ക് കോർപ്പറേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കോർപ്പറേഷനുകൾ വേണം. എന്നാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. ഓക്കെ, സോ പൊളിറ്റിക്സ് നമ്മൾ അവിടെ വിട്ടേക്കുക. പകരം നമ്മൾ എന്ത് വേണം, നമ്മളൊരു സിവിൽ സർവന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ബാൾട്ടിക് സീയില് പോളണ്ടും യൂറോപ്യൻ യൂണിയനും എസ്റ്റോണിയയും ഒക്കെ കോർപ്പറേറ്റ് ചെയ്യുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങളിൽ റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട്, ഷെയർഡ് ഫിഷിംഗ് കോട്ടാസിന് വേണ്ടിയിട്ട്, ഡീപ് സീ ഫിഷിങ്ങുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇതിനെല്ലാത്തിനും ഒരു ജോയിന്റ് കോർപ്പറേഷൻ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേണം. സോ അതിന് നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾ 123 ഉൻക്ലോസിന്റെ ആർട്ടിക്കിൾ 123 എന്നത് കോട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ പ്രശ്നം എന്താണെന്ന് പഠിച്ചു, പ്രശ്നത്തിന് പരിഹാരം നമ്മൾ നിർദ്ദേശിച്ചു, അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മെയിൻസിന് ഒരു ചോദ്യം വരികയാണ്, എന്താണ് ഇന്ത്യയുടെ മത്സ്യസമ്പത്ത് കുറയുന്നുണ്ട്, അത് റീജിയണൽ ഡിസ്പാരിറ്റീസിന് കാരണമാകുന്നുണ്ട്. എന്താണ് ഇന്ത്യയുടെ മത്സ്യസമ്പത്ത് കുറയുന്നുണ്ട്, അത് എന്തിന് കാരണമാകുന്നുണ്ട്, റീജിയണൽ ഡിസ്പാരിറ്റീസിന് കാരണമാകുന്നുണ്ട്. റീസെന്റ് ട്രെൻഡ്സുമായി ബന്ധപ്പെട്ടിട്ട്, റീസെന്റ് ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? നിങ്ങൾ ഈ കാരണങ്ങളൊക്കെ എഴുതണം. കച്ചദ്വീപ് ഇഷ്യൂവിനെ കുറിച്ചിട്ട് എഴുതണം. ദെൻ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സീബെഡ് ക്രൈസിസ് എഴുതണം, അല്ലെങ്കിൽ ട്രോളിംഗ് നിരോധനം എങ്ങനെ ഫിഷർമാൻസിനെ ഇത് അഫക്ട് ചെയ്യുന്നു. അവിടെ മാത്രം എഴുതിയാൽ പോരാ, നിങ്ങൾ അറേബ്യൻ സീയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ദെൻ ടോട്ടൽ മാരിടൈമുമായി ബന്ധപ്പെട്ട് ദെൻ അതിനെങ്ങനെ പരിഹരിക്കാം. ഉൻക്ലോസിലെ ആർട്ടിക്കിൾ 123. ഓക്കെ, ബാൾട്ടിക് സീ. ഇപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് ഈ ബാൾട്ടിക് സീ വരണം, ബാൾട്ടിക് സീയുടെ മാപ്പ് വരണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ആ മാപ്പ് പഠിപ്പിച്ചത്. ഓക്കെ, സോ മാപ്പ് ക്വസ്റ്റ്യൻ മാപ്പിൽ മാത്രമല്ല യൂസ്ഫുൾ ആകുന്നത്, ഇങ്ങനെയുള്ള കൺസെപ്റ്റൽ ക്ലാരിറ്റീസ് ബിൽഡ് ചെയ്യാനായിട്ട് കൂടിയിട്ട് യൂസ്ഫുൾ ആകും. ഓക്കെ, സോ ഈ ഒരു ദിശയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആയിരുന്നു. ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയൽ 1 വന്നിട്ടുണ്ടായിരുന്നു. സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് ഈ കച്ചദ്വീപ് ഇഷ്യൂ. കച്ചദ്വീപ് ഇഷ്യൂവിന്റെ ഒരു വാലിഡിറ്റി നോക്കുകയാണെങ്കിൽ വാലിഡ് ആണ്. 2013 കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളുടെ ടെറിട്ടറി അല്ല. സുപ്രീം കോടതി തന്നെ ഇത് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മളുടെ ടെറിട്ടറി അല്ല. സോ ഈ ബെർവാരി യൂണിയൻ കേസ് ആണ് ഇതിന് ആധാരമായിട്ട് വന്നത്. ഇന്ത്യൻ ടെറിട്ടറി മാറ്റണമെങ്കിൽ, ഇന്ത്യൻ ടെറിട്ടറി മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ് ചെയ്യണം. ആർട്ടിക്കിൾ 368 പ്രകാരം അമെന്റ് ചെയ്യണം. പക്ഷേ ജഫ്നയ്ക്ക് അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് കൊടുത്തിട്ടില്ല. അതിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു 2013. അതിനെതിരെ വിധിയും സമ്പാദിച്ചതാണ്. പ്രശ്നം, മേജർ പ്രശ്നം അതല്ല. സാധാരണക്കാരെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കി, എന്താണ് ഫിഷർമെൻ കമ്മ്യൂണിറ്റീസിന്റെ ഫ്ലൈറ്റ് ആണ് ഇവിടുത്തെ പ്രശ്നം. അവർക്ക് അന്നന്നുള്ള റിസോഴ്സുകൾ കിട്ടുന്നില്ല. സോ ആ റിസോഴ്സ് പാർട്ടീഷൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തുന്നതിലുള്ള പ്രശ്നമാണ് ഇവിടുത്തെ മേജർ പ്രോബ്ലം. അതിനെയാണ് ഒരു സിവിൽ സർവന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സിവിൽ സർവീസ് ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതിനെങ്ങനെ അഡ്രസ് ചെയ്യും? ഉൻക്ലോസിന്റെ ആർട്ടിക്കിൾ 123 സെമി എൻക്ലോസ്ഡ് ഏരിയാസിൽ റിസോഴ്സ് പാർട്ടീഷനിങ്, ദെൻ റിസർച്ചുകൾ, ഡീപ് സീ ഫിഷിംഗ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആ ഒരു 123 എന്ന് പറയുന്നത്. സോ അത് മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ എഴുതുമ്പോൾ ആർട്ടിക്കിൾ 123, ഉൻക്ലോസിന്റെ ആർട്ടിക്കിൾ 123 എന്തിൽ വരണം? നമ്മളുടെ ആൻസറുകളിൽ കൃത്യമായിട്ട് വരണം, എന്നാലേ മാർക്കുകൾ വീഴത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ. അവിടെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ ചൂസ് ചെയ്യണം. എന്നിട്ട് ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ എന്താണ് എന്ന് നമ്മൾ ഇവിടെ പഠിക്കണം. ഓക്കെ, എന്താണ് ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ? അതായത് ഇന്ത്യയിലെ ട്രൈബൽസ് അവര് എത്തനിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് അറിയാലോ. നമ്മളുടെ പോലെയല്ല. അവരുടെ കൾച്ചേഴ്സും അവരുടെ ആചാരങ്ങളും അവരുടെ വസ്ത്രങ്ങളും അവരുടെ പ്രവർത്തന മേഖലയും അവരുടെ ചിന്താരീതിയും ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള, പ്രൊമിനന്റ് എന്നൊന്നും പറയരുത്, എന്താണ്
നമ്മളുടെ മുൻനിര ആളുകളുമായിട്ട് ബന്ധപ്പെട്ട്, മുൻനിര ഇൻ ദ സെൻസ് നമ്മളുടെ എഡ്യൂക്കേഷൻ ആയി കഴിഞ്ഞാലും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോ അവരുടെ എത്തനിസിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനും സെക്യൂർ ചെയ്യുന്നതിനും പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഗവൺമെന്റ് എന്നുള്ള ആളുകൾക്ക് എന്തുണ്ട്? അവർക്ക് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സോ അവരുടെ ആചാരങ്ങൾ, അവരുടെ സംരക്ഷണങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഇന്ത്യയുടെ ഗവൺമെന്റിന്, ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ കൂടി ഗവൺമെന്റ് അല്ലേ, അപ്പോ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന്റെ ബേസിസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയനുകൾ എന്ന് പറയുന്നത്. സോ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ട്രൈബുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ സെക്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പല ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട്. നമ്മൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നാഗാസ് ആണെങ്കിലും അങ്ങനെ ഡിഫറെന്റ് ട്രൈബുകൾ അവിടെ ഉണ്ട്. അവരുടെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. സോ അവരുടെ എത്തനിസിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മളുടെ ഉത്തരവാദിത്വമാണ്. സോ അങ്ങനെ അവരുടെ ഓട്ടോണമിക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. ഓക്കെ, നമുക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. സോ ആ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇപ്പോൾ 73rd 74th അമെന്റ്മെന്റുകൾ പ്രകാരം നമ്മൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കൊണ്ടുവന്നു. സോ ഇതുപോലെ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമുക്ക് ഈ എത്തനിക് കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിൽ വെക്കാനായിട്ട് പറ്റുമോ? സാധ്യത കുറവാണ്. കാരണം എന്താണ്? അവർക്ക് ഇന്ത്യയുടെ ഒരു പഞ്ചായത്ത് സിസ്റ്റം അറിയാൻ പാടില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയുണ്ട്. അവർക്ക് കാട്ടിൽ ഒരു നേതാവ് ഉണ്ടാവും, അവരുടെ ട്രൈബിന് ഒരു നേതാവ് ഉണ്ടാവും. ആ നേതാവ് എന്ത് ചെയ്യും? അവരുടെ കാര്യങ്ങളെല്ലാം നോക്കും. ദെൻ അവരുടെ മാരേജ് വ്യത്യസ്തമായിരിക്കും, അവരുടെ ഈറ്റിംഗ് ഡയറ്ററി വ്യത്യസ്തമായിരിക്കും. ഇതിനെല്ലാം മുകളിൽ നിന്ന് ഒരാൾ ഓർഡർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എത്തിനിസിറ്റി പ്രൊട്ടക്ട് ചെയ്യപ്പെടുമോ? ഇല്ല. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഓട്ടോണമസ് റീജിയനുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ട ഒരു ഓട്ടോണമസ് റീജിയൻ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ റീജിയൻ ആണ് ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ എന്ന് പറയുന്നത്. നോക്കിയേ നിങ്ങൾ, ഈ ഒരു മാപ്പ് നോക്കി. ഇത് ആസാമിന്റെ മാപ്പാണ്. ആസാമിന്റെ മുകളിൽ നമ്മളുടെ ബ്രഹ്മപുത്ര ഒഴുകുന്ന വഴിയോട് ചേർന്നുകൊണ്ട് ബ്രഹ്മപുത്രയുടെ ഫ്ലഡ് പ്ലെയിനിൽ താമസിക്കുന്ന ആളുകളെയാണ് ബോഡോ അല്ലെങ്കിൽ ബോറോ എന്ന് വിളിക്കുന്നത്. സോ ബോറോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബോഡോ കമ്മ്യൂണിറ്റി. ഓക്കെ, സോ ഇങ്ങനെയുള്ള ബോഡോ കമ്മ്യൂണിറ്റീസിന്റെ എത്തനിസിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ സെപ്പറേറ്റ് ഒരു ടെറിട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് റീജിയൻ ആയിട്ട് നമ്മൾ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ ആസാമിലെ മേജർ 4 സ്റ്റേറ്റുകൾ, മുകളിലെ 4 സ്റ്റേറ്റുകൾ അടങ്ങുന്ന സ്റ്റേറ്റുകളെയാണ്, 4 ഡിസ്ട്രിക്റ്റുകൾ അടങ്ങുന്ന സ്ഥലങ്ങളെയാണ്, സ്റ്റേറ്റ് അല്ല 4 ഡിസ്ട്രിക്റ്റുകൾ അടങ്ങുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ. ഇവിടെ ആർക്കായിരിക്കും അധികാരം? ബോഡോ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്. ബോഡോ കമ്മ്യൂണിറ്റി ഇവിടെ ഒരു നിയമം നിർമ്മിക്കുന്നത് ആരായിരിക്കും? നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റ് വഴിയാണോ നിയമം നിർമ്മിക്കുന്നത്? അല്ല. ബോഡോലാൻഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവര് ഒരു കൗൺസിൽ ഉണ്ടാക്കിയിട്ട് അവരായിരിക്കും ഇവിടെ നിയമം നിർമ്മിക്കുന്നത്. ദെൻ ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം നിർമ്മിച്ചു, അത് ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയനിൽ ബാധകമാകുമോ? ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയനിൽ ബാധകമാകണമെങ്കിൽ ബോഡോലാൻഡിലുള്ള ആളുകളുടെ കൗൺസിൽ, ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയന്റെ കൗൺസിൽ എന്ത് ചെയ്യണം? ആ നിയമം അക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പാസ്സാവുകയുള്ളൂ. സോ ഒരു രാജ്യത്തിന്റെ അകത്ത് ഒരു ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഇങ്ങനെയുള്ള ടെറിട്ടോറിയൽ റീജിയൻ, ഓട്ടോണമസ് ടെറിട്ടോറിയൽ റീജിയനുകളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഷെഡ്യൂൾ പ്രകാരം വരുന്ന സ്ഥലമാണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ 6th ഷെഡ്യൂൾ പ്രകാരം വരുന്ന ഒരു സ്ഥലമാണ് എന്ത്? ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ. ഓക്കെ, സോ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടും ഷെഡ്യൂൾഡ് കാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണല്ലോ നമ്മൾ 5th and 6th ഷെഡ്യൂൾ. സോ അതുമായി ബന്ധപ്പെട്ട 6th ഷെഡ്യൂളിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ. ഓക്കെ, ദെൻ ആസാമിന്റെ പല ഭാഗങ്ങളിലും വേറെ ടെറിട്ടോറിയൽ റീജിയനുകളുണ്ട്. ത്രിപുരയിലുണ്ട് ടെറിട്ടോറിയൽ റീജിയൻ. ദെൻ പല ടെറിട്ടോറിയൽ റീജിയനുകളും ഉണ്ട്. ഇവർക്ക് വ്യക്തമായിട്ട് നിയമങ്ങൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭരണം അവര് തന്നെ നിർവഹിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഓക്കെ, ദെൻ വേറെ എന്താണ്? ഇവരൊരു ഡിസ്ട്രിക്ട് കൗൺസിൽ രൂപീകരിക്കും. ഓരോ ഡിസ്ട്രിക്റ്റിനും ഡിസ്ട്രിക്ട് കൗൺസിൽ രൂപീകരിക്കും. ആ ഡിസ്ട്രിക്ട് കൗൺസിൽ ആയിരിക്കും, അതൊരു 30 മെമ്പേഴ്സ് ആണ് നോർമലി പറയുന്നത്. ദെൻ ഈ 30 മെമ്പേഴ്സ് ബോഡോ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളായിരിക്കും. ദെൻ കുറച്ചുപേരെ ആര് നോമിനേറ്റ് ചെയ്യും?
ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും. അങ്ങനെയുള്ള മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഡിസ്ട്രിക്ട് കൗൺസിൽ ഉണ്ടാവും. ദെൻ ഒരു റീജിയണൽ കൗൺസിൽ കൂടിയിട്ടുണ്ടാകും. ഓക്കെ, ഡിസ്ട്രിക്റ്റുകളുടെ കാര്യം നോക്കുന്നത് ഡിസ്ട്രിക്ട് കൗൺസിൽ ആയിരിക്കും. ദെൻ റീജിയണിന്റെ കാര്യം നോക്കുന്നത് ഒരു റീജിയണൽ കൗൺസിൽ ആയിരിക്കും. ഒരു 44 പേരടങ്ങുന്ന ഒരു മെമ്പേഴ്സ് ആണ് ഈ റീജിയണൽ കൗൺസിൽ ഉണ്ടാകുക. അവിടെയാണ് ഈ 9 പേരെ നമ്മളുടെ ഗവർണർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗവർണർ ആണ് ഇവിടുത്തെ ഒരു പരമാധികാരി അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ട്രൈബൽ ഏരിയാസിൽ ഒരു നിയമം പോകണമെങ്കിൽ, ഒരു നിയമം പാസ്സാകണമെങ്കിൽ യൂണിയൻ ആൻഡ് ടെറിട്ടറിയിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, ഒരു നിയമം പാസ്സാക്കണമെങ്കിൽ ഗവർണർ അത് പാസ്സാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യയുടെ ട്രൈബൽ ഏരിയാസിൽ ഗവർണർ അത് പാസ്സാകില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ ആകും. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും, എക്സെപ്ഷനുകളിൽ. ഓക്കെ, സോ ഗവർണർ ആണ് ഇവിടെയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാൻ, അല്ലാണ്ട് ഇന്ത്യൻ പാർലമെന്റോ ഇന്ത്യൻ പ്രസിഡന്റോ അല്ല. ഓക്കെ, സോ ഈ ബോഡോ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? അസമിന്റെ 5 മുതൽ 6% പോപ്പുലേഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ബോഡോ അല്ലെങ്കിൽ ബോറോസ് എന്ന് പറയും. BORO, ബോറോ അല്ലെങ്കിൽ ബോഡോ കമ്മ്യൂണിറ്റി എന്ന് പറയും. സോ അവര് 1967 കാലഘട്ടങ്ങൾ മുതൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ്ഹുഡ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഓട്ടോണമസ് പദവി വേണം, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നിശ്ചയിക്കുവാനായിട്ടുള്ള അധികാരങ്ങൾ വേണം എന്നുള്ള രീതിയിൽ അവർ ചില ഇന്റേണൽ ഡിസ്റ്റർബൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ, നമ്മള് 2003 ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ അല്ലെങ്കിൽ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ ഓട്ടോണമസ് റീജിയൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് 2003. അതിന്റെ ഒരു നാൾ വഴി നമുക്ക് കാണാം. 1967-68 കാലഘട്ടങ്ങളിലാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കാൻ തുടങ്ങിയത്. ദെൻ അവർക്ക് ഭൂട്ടാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ. സോ അവർക്കൊരു സെപ്പറേറ്റ് നേഷൻ ഹുഡ് വേണം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് ഹുഡ് വേണം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രശ്നങ്ങൾ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തുന്നത് 1993-2003 കാലഘട്ടങ്ങളിലാണ്. 1993-2003 കാലഘട്ടങ്ങളിലാണ് ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഉണ്ടായിരുന്നു. അവര് സെപ്പറേറ്റ് സ്റ്റേറ്റ് ഹുഡ്, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ആസാമിന്റെ ഭാഗമൊന്നുമല്ല, ഞങ്ങൾ സെപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഹുഡ് നമ്മൾ എന്ത് ചെയ്തു, വേണമെന്ന് ഈ ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ ആവശ്യപ്പെട്ടു. ദെൻ ഇവര് മിലിറ്റന്റ് ആക്രമണങ്ങൾ നടത്തി 1993 തുടങ്ങി 2003 വരെ മിലിറ്റന്റ് ആക്രമണങ്ങൾ നടത്തുകയും ഒരുപാട് പേരുടെ ജീവൻ പോവുകയും ഒരുപാട് പേര് മരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രകാരമാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, രണ്ടാം ആസാം അക്കോർഡില് 2003 ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ രൂപീകരിക്കുന്നത്. ഓക്കെ, സോ 20 വർഷത്തേക്ക് 2000 മുതൽ 20 വർഷത്തേക്ക്, അതായത് ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ നമ്മൾ രൂപീകരിക്കുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു 20 വർഷത്തേക്ക് നിങ്ങൾ ഓട്ടോണമസ് ആയിട്ട് നിലകൊണ്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. 20 വർഷത്തെ, അതായത് 2020 വരെ നിങ്ങൾക്ക് ഓട്ടോണമസ് ആയിട്ട് നിലകൊള്ളാം. 2020 നമുക്ക് ഇതൊന്ന് റിവൈസ് ചെയ്യാം, നമുക്ക് ചർച്ചകളിലൂടെ ഇതൊന്ന് റിവൈസ് ചെയ്യാം. 2020 വീണ്ടും ചർച്ചകൾ നടത്തി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതുപോലെ തന്നെ നിലകൊണ്ടോളൂ, ചില മാറ്റങ്ങൾ വരുത്തി. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ എന്ന് ഇതിനെ പേരിട്ട് വിളിച്ചു. ആദ്യം ബോഡോലാൻഡ് ടെറിട്ടോറിയൽ ഡിസ്ട്രിക്റ്റുകളായിരുന്നു. ബോഡോലാൻഡ് ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകൾ എന്നായിരുന്നു ഇതിന്റെ പേര് 2003. ഓക്കെ, ബോഡോലാൻഡ് ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകൾ എന്നായിരുന്നു ഇതിന്റെ പേര്. ദെൻ 2020 ഇതിനെ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ ബോഡോലാൻഡിന്റെ ഒരു ഹിസ്റ്ററി മനസ്സിലായല്ലോ. സോ ഇവിടെ ഉള്ളവരെയാണ് നമ്മൾ ബോഡോ കമ്മ്യൂണിറ്റീസ് എന്ന് വിളിക്കുന്നത്. ബ്രഹ്മപുത്ര ഒഴുകുന്ന സ്ഥലമാണ്. ദെൻ മേജറായിട്ട് ഇവിടെ വേറെ എന്താ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്? ഇവിടെ മാത്രമാണോ ഓട്ടോണമസ് റീജിയനുകൾ ഉള്ളത്? അല്ല, ഇത് ഒരു എക്സാമ്പിൾ ആണ്. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോഡോലാൻഡ് ഓട്ടോണമസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ നോർത്ത് ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ ഓട്ടോണമസ് ടെറിട്ടറികളുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും അധികാരം വരുന്നത്, ഇന്ത്യയുടെ ഒരു സ്പോക്ക് പേഴ്സൺ ആയിട്ട് വരുന്ന ആരാണ്? ഗവർണർ ആണ് വരുന്നത്. 2 കൗൺസിലുകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. 2 കൗൺസിലുകൾ ഏതൊക്കെയാണ്? ഡിസ്ട്രിക്ട് കൗൺസിൽ ആൻഡ് റീജിയണൽ കൗൺസിൽ. ബോഡോലാൻഡ് ഡിസ്ട്രിക്ട് കൗൺസിൽ ആൻഡ് ബോഡോലാൻഡ് റീജിയണൽ കൗൺസിൽ. ഡിസ്ട്രിക്ട് കൗൺസിലുകളിൽ പ്രധാനമായിട്ടും 30 മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. മേജർലി ആരാണ്? ബോഡോ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളായിരിക്കും അവരുടെ
എന്തിനു വേണ്ടിയിട്ട്? നിയമങ്ങൾ നിർമ്മിക്കുന്നതിന്, അവരുമായി ബന്ധപ്പെട്ട ലോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു കൗൺസിൽ ആയിരിക്കും രൂപീകരിക്കുക. ദെൻ അതുകൂടാണ്ട് ഇപ്പോൾ ഡിസ്ട്രിക്റ്റുകൾക്ക്, ഇപ്പോൾ 4 ഡിസ്ട്രിക്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഓരോ ഡിസ്ട്രിക്റ്റുകൾക്കും ഓരോ കൗൺസിൽ ഉണ്ടാവും, ഡിസ്ട്രിക്ട് കൗൺസിൽ ഉണ്ടാവും. ദെൻ ഈ റീജിയന് മൊത്തമായിട്ട് എന്തുണ്ടാകും? ഈ റീജിയന് മൊത്തമായിട്ട് ഒരു റീജിയണൽ കൗൺസിലും ഉണ്ടാവും. അതൊരു 44 മെമ്പേഴ്സ് ആയിരിക്കും. മേജർ ഷെയർ വരുന്നത് ആരാണ്? ഈ ബോഡോ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും. 9 പേരെ ആര് നോമിനേറ്റ് ചെയ്യും? നമ്മളുടെ ഗവർണർ നോമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ മനസ്സിലായല്ലോ ഡിസ്ട്രിക്ട് കൗൺസിലും റീജിയണൽ കൗൺസിലിനെ കുറിച്ചിട്ടൊക്കെ. സോ ഇതെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ്? 6th ഷെഡ്യൂളിലാണ് മേജർലി ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. 6th ഷെഡ്യൂളിൽ പെട്ട ഒരു ഏരിയയാണ് ഈ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്താ? നെക്സ്റ്റ് ആർട്ടിക്കിളും വളരെ ഗംഭീരമായിട്ടുള്ള ആർട്ടിക്കിളാണ്, ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. എ ജോയിന്റ് ആൻഡ് ന്യൂ ജേർണി എലോങ് ദ ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. സോ ഷാൻഘായ് ഫസ്റ്റ്, ഇതിനെ 2 പാർട്ടുകളായിട്ട് ഈ ഒരു ഡിസ്കഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഔട്ട്കംസ്, 2025 ടൈംജിൻ സബ്മിറ്റുമായി ബന്ധപ്പെട്ട ഔട്ട്കം എന്തൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ഡിസ്കഷൻ. ദെൻ സെക്കൻഡ് ഡിസ്കഷൻ ഇന്ത്യ ചൈന റിലേഷൻ. ആരാണ് ഈ ന്യൂസ് എഴുതിയിരിക്കുന്നത് കണ്ടോ? ചൈനയുടെ ഇന്ത്യൻ അംബാസിഡർ ആണ് ഈ ഒരു ന്യൂസ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ അംബാസിഡർ ഇന്ത്യൻ പത്രത്തിൽ ന്യൂസ് എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ കൊടുക്കണമെങ്കിൽ, ഇന്ത്യയുടെ റിലേഷൻ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം ചേഞ്ച് ആയി എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ചൈനീസ് അംബാസിഡറെ ഇന്ത്യ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിച്ചു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഹിന്ദു ദിനപത്രത്തിൽ ചൈനയുടെ ഇന്ത്യൻ അംബാസിഡറുടെ ലേഖനം വരുന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഔട്ട്കം എന്താണ്? ടൈംജിൻ സബ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്കം എന്താണ്? പ്രധാനമായിട്ടും ഒന്ന് സെക്യൂരിറ്റിയിലേക്കാണ്. നമ്മളുടെ ഓരോ രാജ്യത്തിന്റെയും സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ SCO's യൂണിവേഴ്സൽ സെന്റർ ഫോർ കൗണ്ടറിംഗ് സെക്യൂരിറ്റി ചലഞ്ചസ്. എല്ലാ രാജ്യങ്ങളും ഇപ്പോ ഡെവലപ്പിംഗ് കൺട്രീസ്, ചൈന ആയി കഴിഞ്ഞാലും, അമേരിക്ക ആയി കഴിഞ്ഞാൽ, ഇന്ത്യ ആയി കഴിഞ്ഞാലും, പാകിസ്ഥാൻ ആയി കഴിഞ്ഞാലും, പ്രധാനമായിട്ടും എന്താണ് പ്രശ്നം? ഈ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. നമ്മള് നിശിതമായിട്ട് ആരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു? പാകിസ്ഥാനിനെ എവിടെ വിമർശിച്ചു? ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സബ്മിറ്റിൽ നമ്മൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും ചൈനയും ഭീകരതയുടെ ഇരകളാണെന്നാണ് ആര് പറഞ്ഞേ? ഇന്ത്യ. മോദിജി അവിടെ പോയിട്ട് പറഞ്ഞു ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയും ചൈനയും ഭീകരതയുടെ ഇരകളാണ്. സോ അതിനെതിരെയുള്ള ഒരു കോപ്പറേഷൻ, എന്തിനു വേണ്ടിയിട്ട്? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോപ്പറേഷൻ ഫസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് SCO ഡെവലപ്മെന്റ് ബാങ്ക്. അതായത് SCO കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉള്ളതുപോലെ SCOക്ക് വേണ്ടിയിട്ട് ഒരു ഡെവലപ്മെന്റ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ തുടങ്ങണം എന്നൊരു ഡിസ്കഷൻ, എന്നൊരു ചർച്ച, ഒരു ഡിസിഷൻ എവിടെ ഉണ്ടായിരുന്നു? നമ്മളുടെ ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു. ദെൻ ഡെവലപ്മെന്റൽ സ്ട്രാറ്റജി. സോ നമ്മൾ 2 ആയിട്ട് ഇതിനെ തിരിച്ചു. എന്താണ്? ഒന്ന് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്കംസ്. സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ആർക്കുണ്ട്? ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്. ദെൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 3 മേജർ പോർഷനുകളാണ് ചൈന മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ 3 വിഷനുകളാണ് ചൈന മുന്നോട്ട് വെച്ചത്. ഒന്ന് എനർജി സെക്ടർ, ചൈനയ്ക്ക് കോർപ്പറേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന എനർജി സെക്ടർ. ദെൻ ഗ്രീൻ ഇൻഡസ്ട്രി ആൻഡ് ഡിജിറ്റൽ എക്കോണമി ഡെവലപ്മെന്റ്. ഓക്കെ, സോ 3 കാര്യങ്ങൾ ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് അല്ലേ? ഒന്ന് എനർജി സെക്ടർ എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ എനർജീസ് ഉണ്ടാവും. ചൈനയിൽ നിന്നാണ് എന്ത് വരുന്നത്? നമ്മളുടെ ഫോട്ടോവോൾട്ടായിക് സെല്ലുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം ചൈന കൂടിയാണ്. ഫോട്ടോവോൾട്ടായിക് സെൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ സോളാർ പവറിന് വേണ്ടിയിട്ടുള്ള ആ സെല്ലുകളെയാണ് ഫോട്ടോവോൾട്ടായിക് സെൽ. സോ എനർജി സെക്ടറിൽ നമുക്ക് കോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രീൻ ഇൻഡസ്ട്രി, ഇന്ത്യയുടെ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവിറോൺമെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇന്ത്യയും ചൈനയും ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനുമായിട്ട് നമുക്ക് കോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ദെൻ ഡിജിറ്റൽ എക്കോണമി. സോ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ
ഈ ഷാൻഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 10 കൺട്രീസിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആരാണ്? ഇന്ത്യയാണ്. UPIയുടെ കാര്യത്തിലായിക്കോട്ടെ, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സർവീസ് ആയിക്കോട്ടെ, ജാം ട്രിനിറ്റി ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ ഗവർണൻസിന്റെ കാര്യമായിക്കോട്ടെ, മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. സോ ഈ 3 കാര്യങ്ങളിലും ഇന്ത്യക്ക് ഗംഭീരമായിട്ട് സംഭാവന ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഗംഭീരമായിട്ട് സംഭാവന ചെയ്യാനായിട്ടും കോർപ്പറേറ്റ് ചെയ്യാനായിട്ടും പറ്റും. ചൈനയുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യണം, എനർജി സെക്ടറിൽ, ഗ്രീൻ ഇൻഡസ്ട്രിയിൽ കോർപ്പറേറ്റ് ചെയ്യണം, ഡിജിറ്റൽ സെക്ടറിൽ കോർപ്പറേറ്റ് ചെയ്യണം. അപ്പോ ഇത് ഇന്ത്യ ചൈന റിലേഷനിലുള്ള ഒരു അലൈൻമെന്റ് കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഗ്രീൻ എനർജി, എനർജി സെക്ടർ, ഗ്രീൻ ഇൻഡസ്ട്രി, ദെൻ ഡിജിറ്റൽ എക്കോണമി ഇമ്പോർട്ടന്റ് ആണല്ലോ. സോ ദെൻ ഇദ്ദേഹം ഒരു 10-year ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. സോ പ്രധാനമായിട്ടും നമ്മൾ സെക്യൂരിറ്റി കൺസേണുകൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്കംസ് ക്രിയേറ്റ് ചെയ്തു, ദെൻ ഡെവലപ്മെന്റൽ ഔട്ട്കംസ് ക്രിയേറ്റ് ചെയ്തു, ദെൻ വേറെ കാര്യം എന്താണ്? SCO ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, SCO ഡെവലപ്മെന്റ് ബാങ്ക്. ദെൻ ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, എന്താണ് ഔട്ട്കം എന്നുള്ള ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മളുടെ ഇന്ത്യ ചൈന റിലേഷനുകളെ കുറിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ വരി മാത്രമേ ഉള്ളൂ. ദ ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് ഡാൻസിങ് ടുഗദർ. ദ ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ്, ലെറ്റ് ദ ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് ഡാൻസ് ടുഗദർ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ചൈനയുടെ വിദേശകാര്യ വക്താവ് ഇന്നത്തെ ഹിന്ദു ദിനപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യ ചൈന പോളിസീസ് നിർവഹിക്കുന്ന ഡേവിഡ് സ്മിത്തിന്റെ ഒരു ബുക്കാണ് ഈ ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് ഡാൻസ് ടുഗദർ. സോ ആ ഒരു പേര് കോട്ട് ചെയ്തിരിക്കുകയാണ് ആര്? ചൈനയുടെ വിദേശകാര്യ വക്താവ്. ലെറ്റ് ദ ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് ഡാൻസ് ടുഗദർ. ഇന്ത്യ എന്ന ഒരു എലഫന്റ് എക്കോണമിയും ചൈന എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ എക്കോണമിയും, എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിഫന്റ് കനോട്ട് ഡാൻസ് ദാറ്റ് വെൽ, പക്ഷേ ഇന്ത്യയും ചൈനയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു പേർക്കും അത്രയും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് ഈ ഒരു വാക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്തുമ്പോൾ കൺക്ലൂഷനിൽ വളരെ വലിയ ലൈനുകൾ എഴുതി തീർക്കുന്നതിന് പകരം ഇന്ത്യ ചൈന റിലേഷനുകളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ ഒരു ഒറ്റ വേർഡ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഇംപ്രസീവ് ആയിട്ട് മാറും. ലെറ്റ് ദ ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് ഡാൻസ് ടുഗദർ. ചിലര് ന്യൂസുകളിൽ വരുന്ന ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ടുകളെല്ലാം ചിലപ്പോൾ ഒരു ബുക്കിലായിട്ട് എഴുതി വെക്കാറ്. അങ്ങനെ എഴുതി വെക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും യൂട്ടിലൈസ് ചെയ്യപ്പെടാൻ പറ്റുന്ന കോട്ടുകളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ മെയിൻസ് പ്രിപ്പറേഷനിൽ, പ്രിലിംസ് കഴിയുമല്ലോ, പ്രിലിംസ് നമ്മൾ പാസ്സാകുമല്ലോ, മെയിൻസ് എഴുതുമല്ലോ, മെയിൻസിൽ നിങ്ങളുടെ ആൻസറിന് ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. സോ ഇങ്ങനെയുള്ള വാക്കുകളും ഇങ്ങനെയുള്ള ഡിസ്കഷനുകളെല്ലാം ആർക്കാണ് കിട്ടുന്നത്? ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസുകൾ കാണുന്നവർക്കും ഡെയിലി ന്യൂസുകൾ വായിക്കുന്നവർക്കുമാണ് ഇങ്ങനെയുള്ള ആൻസറുകൾ, ഇങ്ങനെയുള്ള വാക്കുകൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ എന്താണ് കമ്പൈലേഷന്റെ പുറകെ പോകുന്നുണ്ട്. കമ്പൈലേഷന്റെ പുറകെ പോകുമ്പോൾ നമുക്ക് കണ്ടന്റുകൾ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ മെയിൻസ് പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു വിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ്, നിങ്ങളുടെ ഒരു ഡയറക്ഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ന്യൂസ് അനാലിസിസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കുന്ന ഒരു വേർഡ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ലൈൻ കൂടിയാണ് ഈ ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് ഡാൻസിങ് ടുഗദർ. സോ അത് നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗിലൊക്കെ ഗംഭീരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഇന്ത്യയുടെയും ചൈനയുടെയും കറന്റ് പോളിസീസ് എന്താണ്? മ്യൂച്വൽ കോർപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഇന്ത്യ എന്ന് പറയുന്ന എലിഫന്റിനെയും ചൈന എന്ന് പറയുന്ന ഡ്രാഗണെയും ഒരുമിച്ച് കൊണ്ടുവരിക, അതിനെ ഒരുമിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് സെക്ടറുകളിൽ, നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്യേണ്ട 5 സെക്ടറുകളിൽ നമുക്ക് കോർപ്പറേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ കോർപ്പറേഷൻ ഇൻക്രീസ് ചെയ്യാം, ദെൻ എന്താണ് നമ്മളുടെ സ്ട്രാറ്റജിക് റിലേഷൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, ദെൻ എന്താണ് ടെക്നോളജി. ഇവിടെ നമുക്ക് ചൈനയുമായിട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ടെക്നോളജിയാണ്. കാരണം ചൈന ടെക്നോളജിയിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ ട്രേഡ്, ഇന്ത്യയുമായിട്ട് $85 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് മാത്രമുണ്ട്. ട്രേഡ് അല്ല, ട്രേഡ് ഡെഫിസിറ്റ് $85 ബില്യൺ. UK ആയിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, UK ആയിട്ട് ട്രേഡ് എത്രയേ ഉള്ളൂ? 26 ബില്യണേ ഉള്ളൂ. ഓക്കെ, സോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ
സോ ഈ ഒരു ഡിസ്കഷൻ മനസ്സിലായല്ലോ, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. മേജർ തീം നമ്മളുടെ ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ് ഡാൻസിങ് ടുഗദർ. അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്, നിങ്ങൾ റീഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡേവിഡ് സ്മിത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, എന്താണ് ഡ്രാഗൺ ആൻഡ് ദ എലിഫന്റ്, ലെറ്റ് ദ ഡ്രാഗൺ ആൻഡ് എലിഫന്റ് ഡാൻസ് ടുഗദർ എന്ന് പറയുന്നത്. സോ അതിനെ കോട്ട് ചെയ്തിട്ടാണ് നമ്മളുടെ അംബാസിഡർ, ചൈനീസ് അംബാസിഡർ, ഇന്ത്യൻ അംബാസിഡർ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നൽകുന്ന ഒരു കാര്യമാണ്, പോസിറ്റീവായിട്ട് നമുക്ക് ഉത്തരം നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ന്യൂസ് അനാലിസിസ് ഡിസ്കഷൻ.